ഒത്തിരി നാളുകൾക്ക് ശേഷമായിട്ട് പിള്ളേരെയും കൂട്ടി ട്രെയിനിലൊരു യാത്ര പോകുന്നത്. തൃശ്ശൂർ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നതാണ്. രാവിലെ 6 മണിയായപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അതിലൂടെ ഞങ്ങൾ ട്രെയിൻ കയറി വിട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോയി. 1 മണിക്കൂറുള്ള യാത്ര അരമണിക്കൂർ കൊണ്ട് തീർന്ന പോലെ എനിക്ക് തോന്നിയത്. ഇവരുടെ കൂടെയുള്ള എല്ലാ യാത്രകളും ഇങ്ങനെയാണ്. ഇവരുടെ അടിപിടിയും ബഹളവും കാരണം സമയം പോകണമെന്ന് ഞാൻ അറിയാറില്ല. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. രഞ്ജേട്ടനാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നത്. വൈകുന്നേരം ഞങ്ങളൊരു ബോട്ടിങ്ങിന് പോയി. രാഘവോ പുള്ളീനെ ഇവിടെ എല്ലാവരും അങ്ങനെ അത്ര വിളിക്കുന്നത്. ഞങ്ങൾക്ക് പോകാനുള്ള വള്ളംതേ വന്നിട്ടുണ്ട്. പിള്ളേരെയൊക്കെ ആദ്യം കയറ്റി, പുറകെ ഞങ്ങളും കയറി. വള്ളംതേ കനാലൊക്കെ വിട്ട് നേരെ കായലിലോട്ടാട്ടോ. ഒരു സൺസെറ്റ് കാണുക, കുറച്ച് ഫാമിലി ടൈം എൻജോയ് ചെയ്യുക, ഇതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. ഈ കാണുന്ന സ്പീഡിലൊന്നും അല്ലാട്ടോ വള്ളം പോകുന്നത്. വളരെ പതുക്കെ മോട്ടർ വെച്ചൊരു വള്ളത്തേലാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് പല കാഴ്ചകളും കണ്ടു. എവിടെയോ കളഞ്ഞു പോയ അല്ലെങ്കിൽ കാണാൻ മറന്നുപോയ കാഴ്ചകൾ കണ്ട ഒരു ഫീലായിരുന്നു ആ ടൈം. ചെറിയൊരു തണുത്ത കാറ്റിൽ ഈ സൺസെറ്റ് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭവമായിരുന്നു കേട്ടോ. ഞങ്ങളെപ്പോലെ തന്നെ പിള്ളേരും ഈ ടൈം എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യമായിട്ടായിട്ട് അവർ വള്ളത്തിൽ കയറുന്നതും ഇതുപോലൊരു സൺസെറ്റ് കാണുന്നതും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതും ഒക്കെയാണ്. ബിജുചേട്ടനും ഫ്രണ്ടും കൂടി ഇത് അറേഞ്ച് ചെയ്തെങ്കിലും നമ്മൾ ഒട്ടും പ്രതീക്ഷയില്ല ഇത്ര മനോഹരമാകുമെന്ന്. ഞങ്ങളിത് ചെറിയ അന്താക്ഷരി കളിയും പാട്ട് പാടലൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ചു. ഈ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ ഭാഗത്താട്ടോ. അങ്ങനെ ഒരു ഫുൾ ഡേ യാത്രയായിരുന്നു ഞങ്ങൾക്ക്. രാവിലത്തെ ട്രെയിൻ യാത്രയും വൈകുന്നേരത്തെ വള്ളത്തിലുള്ള യാത്രയും മൊത്തത്തിൽ ഞങ്ങൾ അന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ സന്തോഷമായിട്ട് വീട്ടിലേക്ക് പോവുക.